ഞാനുണ്ടല്ലോ ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇവളാണെങ്കിൽ ഇന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ടെറസിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കൈ എത്തുന്ന ദൂരത്തൊരു മാവുമരണ്ട്, അത് നിറച്ച് മാങ്ങയുണ്ട്. അത് പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഈ പോണത്. നട്ടുച്ചയ്ക്കായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. മാങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ വലിയ സൈസ് മാങ്ങയാണെന്ന്. അല്ല കേട്ടോ, ഇത് ചെറിയ മാങ്ങയാണ്. അതായത് ഇത് അധികം വലിപ്പം വെക്കാത്തൊരു ടൈപ്പ് മാങ്ങയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചൂട് കാരണം ഭയങ്കരമായിട്ട് നശിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളടുത്ത് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ പറിച്ചോ എന്നിട്ട് കൊണ്ടുപോക്കോന്നുള്ളത് കേട്ടോ. രണ്ടോ മൂന്നോ വട്ടം കണ്ട് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ വട്ടമാണ് ഞങ്ങൾ പറിക്കുന്നത്. കഴിഞ്ഞ 2 വട്ടം ഞങ്ങൾ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് വട്ടം ആയതുകൊണ്ട് അത്ര അടുത്തൊന്നും അല്ല കേട്ടോ മാങ്ങ ഉള്ളത്. കുറേ ഇങ്ങനെ ഏന്തി വലിച്ചൊക്കെ വേണം ഞങ്ങൾക്ക് ഇത് പറിക്കാനായിട്ട് കേട്ടോ. ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 2 വട്ടം ഒരു കവറോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വട്ടം കുറവായിരുന്നു കേട്ടോ, കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇവള് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടുമാങ്ങ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാനാണ്. ഇനിയിപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാട്ടോ അവള് വരും. ഈ ഒരു ബാഗിന് പകുതി നിറച്ച് മാങ്ങയാണ് കേട്ടോ. അങ്ങനെ നേരെ അവൾ അതായിട്ട് പോയി. ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.